الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين برضا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, SYSന്റെയും SSFന്റെയും പ്രവർത്തകരെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചയച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുവാൻ വേണ്ടി മാത്രമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിന് മുൻഗാമികളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളായ മുഹാജിറുകളും അൻസാറുകളിൽ നിന്നും അവരോട് പിൻപറ്റിയ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് മാതൃകയാക്കിയിരിക്കും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിറിൻ വൽ അൻസാർ വല്ലദീന തബിഉഹും ബിഇഹ്സാൻ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻഗാമികളായ ആളുകൾ, സഹാബാക്കൾ, അവരോട് പിൻപറ്റിയ നല്ലതുകൊണ്ട് പിൻപറ്റിയ ആളുകളും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു തആല അവരെ തൃപ്തിപ്പെടുകയും അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. വഅഅദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അവർക്ക് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്നതായ അഥവാ അരുവികൾ ഒഴുകുന്നതായ സ്വർഗം. അതിൽ അവർ എന്നും കാലകാലം താമസിക്കുന്നവരാണ്. ദാലിക്കൽ ഫൗസുൽ അളീം. അത് വലിയതായ വിജയമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ നടന്നതായ പാതയാണ്, അവരോട് പിൻപറ്റിയതായ. എങ്ങനെ നമുക്കത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ സഹാബാക്കളും അവരോട് താബികളും മുഖേന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത നമുക്ക് സിദ്ധിച്ചു. വിശുദ്ധ ഖുർആൻ അതിനായി അല്ലാഹു തആല മുഖ്യ ഗ്രന്ഥമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനു നൽകി. അതിന്റെ മുമ്പ് മൂസാ നബിക്കും അതുപോലെ തന്നെ ദാവൂദ് നബിക്കും ഈസാ നബിക്കും അല്ലാഹു തആല ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബലപ്പെട്ടതായില്ല, അത് ബലമില്ലാതെ പോയി. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തുന്നതാണ്. അങ്ങനെ ഖുർആനെയും ഹദീസിനെയും സഹാബാക്കൾ നടന്ന പാതയെയും പിൻപറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്, സംഘടനയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതിൻ്റെ ഇന്നത്തെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അവറുകളും അതുപോലെ തന്നെ ഖമറുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുമാണ്. ഇത് ഞാൻ പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 32 കൊല്ലക്കാലം അതിന്റെ സാരഥ്യം വഹിച്ച കടിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആ സമസ്ത ഇന്ന് അവർക്ക് സമസ്തയാണെന്ന് പറയുവാൻ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ അവര് സമസ്തയുടെ പ്രമേയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. ആ പ്രമേയം എന്തായിരുന്നു? ബിദഈ പ്രസ്ഥാനക്കാരുമായി ഐക്യം പാടില്ല എന്നുള്ളതായിരുന്നു. പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഐക്യം പാടില്ല. ആ ഐക്യം ഇന്നവര് സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രമേയം കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന സമസ്തയാണ് ആ മറുഭാഗത്തിരിക്കുന്ന സമസ്ത.
അതുകൊണ്ട് തന്നെയാണ് ഈ എളിയവൻ അതിൽ നിന്ന് പിരിഞ്ഞു പോരുവാൻ കാരണം. വഹാബികളുമായി കൂട്ടുകൂടുകയും, ഇതെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, വഹാബികളുമായും കൂട്ടുകൂടുകയും അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെയും മുഷാവറുടെയും യോഗത്തിൽ വഹാബികളുടെ ഭക്ഷണം സ്വീകരിക്കുകയും അങ്ങനെ അതിന് ഈ വിനീതൻ എതിർത്തപ്പോൾ എന്നെ അതിൽ നിന്ന് പുറത്താക്കുകയുമാണ് ഉണ്ടായത്. അതിൻ്റെ ആവശ്യം എന്തുണ്ട്? യാതൊരു ആവശ്യവുമില്ല. അതിന് എല്ലാ കഴിവുകളും സാമ്പത്തികമായ ശേഷിയും സമസ്തക്കുണ്ട്. പിന്നെ എന്താവശ്യത്തിന് അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ അവരുടെ ഭക്ഷണം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തിക്കുന്നവരെ വഹാബികളുടെ ഒരു പണിയാളായിക്കൊണ്ട് ജീവിക്കേണ്ടി വരും എന്നത് വളരെ ഖേദകരമാണ്. ഒരു സമയത്ത് ഞാൻ വളരെ ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്, ഞാൻ അവരുടെ ഭാഗത്തായിരുന്നപ്പോൾ മലപ്പുറം ജില്ലാ SYS ഓഫീസിൽ ഉലമ കൗൺസിൽ ഉണ്ടായിരുന്നു. ഞാൻ മലപ്പുറം ജില്ലാ ഉലമ കോൺഫറൻസിൽ പങ്കെടുക്കാറുണ്ട്. അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ MT അബ്ദുള്ള മുസ്ലിയാർ ക്ലാസ് എടുത്തു. ഇങ്ങനെ തർക്കവിഷയങ്ങളാണ്, വഹാബികളുടെ പ്രശ്നങ്ങളും കുത്തുബ പരിഭാഷയുമെല്ലാം ക്ലാസ് എടുത്തപ്പോൾ ഞാനൊരു ചോദ്യം ഉന്നയിച്ചു. വഹാബികളുമായി സന്താനങ്ങളെ വിവാഹം കഴിക്കുന്നത് എന്താണ്, നമ്മൾ സുന്നികൾക്കത് ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അതിൻ്റെ പ്രസിഡന്റായിരുന്ന മഹാനായിരുന്ന മർഹൂം കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന് വലിയ ശിഷ്യന്മാരുണ്ട്. വാണക്കാട് പട്ടിക്കാട്ട് കുറേ കൊല്ലം ദർശനം നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ എഴുത്തി പറയുകയല്ല. അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളൊക്കെ സാമ്പത്തികമായി വിഷമമുള്ളത് കൊണ്ട് ഞങ്ങൾ വഹാബികളുമായി വിവാഹം മക്കളെ കെട്ടിച്ചയച്ചു. ഞങ്ങളുടെ വാല അമ്മിൻ്റെ ചോട്ടിലാണ്. കുഞ്ഞുമാ മുസ്ലിയാർക്ക് ഇതിൽ പറ്റൂലെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടും പിന്നെയും അവരുടെ കൂടെ നിന്ന് കൂരിയാട് സമ്മേളനത്തിൽ അവരുടെ സ്റ്റേജിലേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരുടെ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ കുഞ്ഞുമാൻ സ്റ്റേജിലേക്ക് വരാൻ പാടില്ല എന്ന് അവിടുന്ന് അറിയിക്കുകയുണ്ടായി. അത് കൂട്ടത്തിൽ അവരുടെ സ്റ്റേജിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു. അവരാണ് കുഞ്ഞുമാൻ വരുന്നുണ്ട്, കുഞ്ഞുമാൻ ഇപ്പോൾ സ്റ്റേജിലേക്ക് വരണ്ട, അതുകൊണ്ട് മടക്കി അയക്കണമെന്ന് സൈനുദ്ദീൻ മുസ്ലിയാർ അറിയിക്കുകയും അത് എന്നെ കാസർഗോഡ് ഖാദി ബാവു മുസ്ലിയാർ അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം ഞാൻ തിരിച്ചു പോയി. അത് മുതൽക്ക് അവരുടെ ഒരു പരിപാടി കാണുവാനോ കേൾക്കുവാനോ ഈ എളിയവൻ പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ AP അബൂബക്കർ മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെയും നേതൃത്വത്തിലുള്ള സമസ്തയിലേക്ക് വരാൻ കാരണം. അതാണ് അതിലേക്ക് പ്രവർത്തകനായി ഒരു എളിയ പ്രവർത്തകനായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അതിന് എനിക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്തു. ഞാനിത് പറയുന്നത് നീട്ടി പറയുന്നില്ല. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കന്മാർ എല്ലാം കാണിച്ചു തന്ന പാത അതുതന്നെയാണ് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നീട് എന്നെ സംബന്ധിച്ച് കണ്ണിയത്തിൻ്റെ മകൻ അല്ല എന്ന പ്രചരണങ്ങൾ നടത്തിയ കണ്ണിയത്തിൻ്റെ മൂത്ത മകൻ മുഹമ്മദ് കുഞ്ഞിമാൻ മുസ്ലിയാർ എന്നാണ് എൻ്റെ പേര്. ആ മൂത്ത മകൻ മുഹമ്മദ് കുഞ്ഞിമാൻ മുസ്ലിയാർ എന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാഹു തആല ദീനിന് പ്രവർത്തിക്കുവാൻ ഇനിയും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആ മഹാന്മാരായ ആ രണ്ട് നേതാക്കളുടെ കൂട്ടത്തിൽ നേതാക്കളുടെ സമസ്തയിൽ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തആല എക്കാലത്തും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മരിച്ചുപോയ നമ്മുടെ എല്ലാ വാപ്പപ്പന്മാർ കുടുംബക്കാർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ.
അങ്ങനെ ഈ മഴ കൊണ്ട് ഇത് ഒരു അനക്കവും കൂടാതെ കേട്ടു നിന്ന നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.